കണ്ണൂർ പാനൂർ കൂത്തുപറമ്പ് സ്ഫോടനത്തിൽ ഡിവൈഎഫ്ഐ നിലപാട് തള്ളി സിപിഎം. സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടയാളെ സംബന്ധിച്ച സിപിഎം നിലപാട് തിരുത്തിയിട്ടില്ലെന്ന് കണ്ണൂർ ജില്ലാ സെക്രട്ടറി കെ രാഗേഷ് പറഞ്ഞു. തള്ളിപ്പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നു. സ്ഫോടനത്തിലെ പ്രതി കാട്ടിൻവിട ഷെറിനെ രക്തസാക്ഷിയാക്കിയതിനെ കുറിച്ച് ഡിവൈഎഫ്ഐ നേതൃത്വത്തിനോട് ചോദിക്കണമെന്നും രാഗേഷ്. അല്ല, അതിപ്പോൾ നിങ്ങൾ ഡിവൈഎഫ്ഐയോട് ചോദിക്കുക. അതിൻ്റെ അകത്ത് എനിക്കിപ്പോൾ പറയും. പക്ഷെ എന്തിനാലും അക്കാര്യത്തിൽ അന്ന് പാർട്ടി എടുത്ത നിലപാട് തന്നെയാണ് ഇപ്പോഴും പാർട്ടിയുടെ നിലപാട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അത് അങ്ങനെ എന്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഡിവൈഎഫ്ഐയോട് ചോദിച്ചാൽ അവർ ഉത്തരം പറയും. പക്ഷെ പാർട്ടി എടുത്ത നിലപാടിൽ ഒരു വ്യത്യാസമില്ല. ബിജീഷ് ഗോവിന്ദനുണ്ട് വിവരങ്ങൾ നൽകാനായി. ബിജീഷ്, ജില്ലാ സെക്രട്ടറി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഏത് തലത്തിലാണ് പ്രതികരിച്ചത്? മറ്റു വിശദാംശങ്ങൾ. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് മുൻപ്, അതായത് ഏപ്രിൽ 5-ാം തീയതി രാത്രിയിലാണ് പാനൂരിലുള്ള ഒരു നിർമ്മാണത്തിലിരുന്ന ഒരു വീട്ടിലെ ടെറസിൽ ഈ സ്ഫോടനം നടക്കുന്നത്. ബോംബ് നിർമ്മാണത്തിനിടെ കൊല്ലപ്പെട്ട ഡിവൈഎഫ്ഐ പ്രവർത്തകരാണ് ഷെറിൻ. ഈ ഷെറിനെ അനുസ്മരിച്ചുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം കുന്നൂർ മേഖലാ ഡിവൈഎഫ്ഐ സമ്മേളനത്തിനകത്ത് അനുശോചന പ്രമേയം ഡിവൈഎഫ്ഐ നേതാക്കൾ അവതരിപ്പിച്ചു. ഇത് സംബന്ധിച്ചുള്ള ചോദ്യത്തിനാണ് സിപിഎം ഈ വിഷയത്തിൽ നേരത്തെ എടുത്ത നിലപാടിൽ നിന്ന് ഒരു മാറ്റവുമില്ല എന്ന് ജില്ലാ സെക്രട്ടറി വ്യക്തമാക്കിയത്. തള്ളിപ്പറഞ്ഞ നിലപാടിനെ, അതായത് ഷെറിൻ ഉൾപ്പെടെ സംഭവത്തിൽ ഉൾപ്പെട്ടവരെ തള്ളിപ്പറഞ്ഞുകൊണ്ടുള്ള നിലപാടിൽ ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. ഡിവൈഎഫ്ഐ അനുശോചന പ്രമേയം എന്തുകൊണ്ട് അവതരിപ്പിച്ചു എന്നുള്ളത് ഡിവൈഎഫ്ഐ നേതൃത്വത്തോട് ചോദിക്കണമെന്നാണ് കെ രാഗേഷ് പറഞ്ഞത്. ഏതായാലും സിപിഎം ഈ ബോംബ് നിർമ്മാണത്തിൽ ഉൾപ്പെട്ട് തന്നെയാണ് മരിച്ചത്. അതിന് തള്ളിപ്പറഞ്ഞ നിലപാടിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു എന്നുള്ളതാണ് ജില്ലാ സെക്രട്ടറി വ്യക്തമാക്കിയിരിക്കുന്നത്. അജി.